ഇതുപോലുള്ള ഐ ഡ്രോപ്പ് ബോട്ടിൽസ് ഓപ്പൺ ചെയ്യാൻ സൂചിയോ സേഫ്റ്റി പിന്നോ ഉപയോഗിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ബോട്ടിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ സൂചിയിലോ സേഫ്റ്റി പിന്നിലോ ഉള്ള ബാക്ടീരിയകൾ ബോട്ടിലിനകത്തുള്ള സൊല്യൂഷനിൽ കലരാനും പിന്നീട് അത് കണ്ണിൽ ഒഴിക്കുമ്പോൾ കണ്ണിൽ ബാക്ടീരിയ കയറാനും സാധ്യതയുണ്ട്. ഇതിനുള്ള പെർഫെക്റ്റ് ആൻഡ് സിമ്പിൾ സൊല്യൂഷൻ ഈ ബോട്ടിലിൽ തന്നെയുണ്ട്. ക്യാപ്പ് തുറന്നതിന് ശേഷം ഈ സീൽ റിമൂവ് ചെയ്ത് ക്യാപ്പ് വീണ്ടും തിരിച്ചിട്ട് കഴിയുമ്പോൾ ബോട്ടിലിൻ്റെ ടിപ്പ് തുറന്നു കിട്ടും. ഇതാണ് ഐ ഡ്രോപ്പ് തുറക്കാനുള്ള ശരിയായ രീതി. ഇത് ഐ ഡ്രോപ്സിൻ്റെ കാര്യം മാത്രമല്ല, നാസൽ ഡ്രോപ്സ്, ഇയർ ഡ്രോപ്സ് തുടങ്ങിയ എല്ലാ തരം ബോട്ടിൽസ് ഓപ്പൺ ചെയ്യുന്നതിനും സേഫ്റ്റി പിന്നോ സൂചിയോ വെച്ച് ഓപ്പൺ ചെയ്യുന്നത് റെക്കമെൻഡബിൾ അല്ല. അപ്പോൾ ഐ ഡ്രോപ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചെറിയൊരു കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇത് വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.